ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി കുറച്ച് സമയം മാത്രം മതി, നിങ്ങൾക്കും ഫാഷൻ ഡിസൈനർ ആവാം. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന AI ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം. സ്കിൽഷോറിൽ നിന്നും ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സുകൾ, അതും കുറഞ്ഞ ഫീസിൽ. നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം. ഇതാണ് അവസരം, ഇനി വൈകരുത്. ഇന്ന് തന്നെ സ്കിൽഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ. ഹായ് എവരി വൺ, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് നോക്കിയില്ലേ, റൗണ്ടും സ്ക്വയറും. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ബിബാണ്. ബിബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ബിബ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമിൽ അവർ ഗാർമെൻറ്റിലേക്ക്, അതായത് അവരുടെ ഡ്രസ്സിലേക്ക് ഫുഡ് ആവാതിരിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാണ് ബിബ് എന്താണെന്ന് ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ പേര് അത്ര തന്നെ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ ബിബ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെക്ക് ഏത് രീതിയിൽ കട്ട് ചെയ്യാം എന്നുള്ളതും സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതും നോക്കി. ഇനി ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്ന ബിബാണ്. നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫാബ്രിക് 2ആയിട്ടാണ് ഫോൾഡ് ചെയ്തത്. ഇനി ബിബ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്യണം. കാരണം നമുക്ക് ബിബിൻ്റെ ഫ്രണ്ടും ബാക്കും കിട്ടണം. അപ്പോൾ 2 പീസ് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഫാബ്രിക് 4ആയിട്ട് ഫോൾഡ് ചെയ്യണം. നമുക്ക് നെക്കിൻ്റെ ഒരു പീസ് കിട്ടാൻ നമ്മൾ ഫാബ്രിക്കിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെ ഫോൾഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം ഈ ഫാബ്രിക് സെൻറ്ററായിട്ട് ഫോൾഡ് ചെയ്യാം. ഈ രീതിയിൽ സെൻറ്ററാക്കി ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കിതാ 2 പീസായിട്ട് കിട്ടും. ഇതൊരു പീസ്, ഇതൊരു പീസ്. ഇനി നമ്മളിത് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യണം. ഇത് ഈ പോർഷൻ എടുത്തിട്ട് ഒന്നും കൂടെ ഈ രീതിയിൽ ഫോൾഡ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റാക്കി വെക്കുക. നമ്മൾ സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ കറക്റ്റാക്കി വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് 4ആയിട്ട് ഫോൾഡ് ചെയ്തു. അതായത് ഇതൊന്ന്, ഇത് 2 ഫാബ്രിക് ഇങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തു. ഇനി നമുക്ക് കട്ടിങ് ചെയ്യാം. അപ്പോൾ കട്ടിങ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മെഷർമെൻറ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു 1/2 ഇഞ്ച് ലീവ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഫാബ്രിക്കിന് പല സൈഡും പല രീതിയിലായിരിക്കും. 1/2 ഇഞ്ച് ലീവ് ചെയ്തിട്ട് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പോയിന്റിൽ നിന്നും ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് എടുക്കുക. ഓക്കെ, വിഡ്ത്ത് വരുന്നത്, ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്, വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്നും 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. താഴെ ഭാഗത്തും 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടും. ആ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബിബ് കട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്, വിഡ്ത്ത് വരുന്നത് 4 ഇഞ്ചാണ്. ഈ സൈഡിലും 4 ഇഞ്ച് കൊടുക്കാം. ഇനി ഇതൊരു സ്ക്വയർ ആക്കാം. ഇതിനൊരു സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബിബ് കട്ട് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടി ആദ്യം നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 1.5 ഇഞ്ചാണ്. നെക്കിന് വിഡ്ത്ത് വരുന്നത് 1.5 ഇഞ്ചാണ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്നും നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ചെറിയ കുട്ടികൾക്കാണത് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 1.5 ഇഞ്ച് എന്ന് പറയുന്നത്. ഈ പോയിന്റിൽ നിന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇഞ്ചസൊക്കെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കണം. ലെങ്ത്ത് വരുന്നത് 2.5 ഇഞ്ചാണ്, 2.25 ഇഞ്ചാണ്. 2.25 ഇഞ്ചാണ്. ഇപ്പം നമുക്ക് 2.25 ഇഞ്ച്, 2.25 പറയുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 2.25 ഇഞ്ച്. കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല, ഉണ്ടല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2.25 ഇഞ്ച്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്കിതൊരു സ്ക്വയർ ആക്കി വരക്കാം.
ഓക്കെ, ഇനി നമുക്കിത് ഒരു ഫ്രഞ്ച് കേവ് യൂസ് ചെയ്തിട്ട് ഇതിന് നെക്ക് അടയാളപ്പെടുത്താം. അപ്പം നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആം ഹോളാണ് വേണ്ടത്. ആം ഹോൾ വരുന്നത് 4 ഇഞ്ചാണ്. അതായത് ഈ പോയിന്റിൽ നിന്നും ഒരു 4 ഇഞ്ച് താഴത്തോട്ട് എടുക്കുക. നമ്മൾ ഈ ലൈനിൽ നിന്നും 4 ഇഞ്ച് താഴത്തോട്ട് എടുക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ പോയിൻറ്റും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു 1 ഇഞ്ച് കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ബോട്ടം ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സ്ക്വയർ ആയിട്ടാണുള്ളത്, അതിനൊരു ഷേപ്പ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ബോട്ടം പോയിന്റിൽ നിന്നും ബോട്ടത്തിൻ്റെ എൻഡിൽ നിന്നും ഈ സൈഡിലോട്ട് 1 ഇഞ്ചും തൊട്ട് മേലോട്ട് 1 ഇഞ്ചും കൊടുക്കുക. മനസ്സിലായില്ലേ? ബോട്ടത്തിൻ്റെ ഈ സൈഡ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ചും മേലോട്ട് 1 ഇഞ്ചും കൊടുക്കുക. ഓക്കെ, ഇനി ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആയില്ലേ? ഇനി ഇത് കട്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇതാണ് നമ്മളെ ബിബിൻ്റെ ഡ്രാഫ്റ്റിങ്. ഇത് കട്ട് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഈ ഷേപ്പ് കൊടുത്ത് ഈ പോയിന്റ് കട്ട് ചെയ്തെടുക്കണം. ഈ കേവ് പോയിന്റ് കട്ട് ചെയ്യാം. ഞാൻ പിന്ന് യൂസ് ചെയ്യുന്നുണ്ട്, ഫാബ്രിക് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു പിന്നൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിൻസ് യൂസ് ചെയ്താൽ കംഫർട്ടായിട്ട് നിൽക്കും കേട്ടോ ഫാബ്രിക്. ബോട്ടം ഷേപ്പ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ബിബിൻ്റെ ഫ്രണ്ട് ബാക്കും. ഇതുപോലെ 2 പീസായിട്ട് നമുക്ക് കിട്ടും. 4ആയിട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 2 പീസായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിങ് ക്ലാസ് കാണാം.